ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഒരു ഹോം റെമഡിയാണ്. കഫിനുള്ള ഹോം റെമഡി. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും നമ്മൾക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ചുമയും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ചുമയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹോം മെയ്ഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കില്ലേ. അപ്പോൾ അതിനായിട്ട് പറ്റിയ ഒരു അടിപൊളി ഒരു ഹോം റെമഡിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മൾക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി തോല് നല്ലപോലെ കളയണമെന്നില്ല, ഒരു വിധത്തിൽ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 10-15 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചധികം നമ്മൾക്ക് ഒരു തവണ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിനീരെല്ലാം നമ്മൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു ഉരലെടുക്കുക. ഉരലെടുത്ത ശേഷം നമ്മൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് രണ്ട് തവണ നന്നായി ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അല്ലെങ്കിൽ ഉരലില്ലാത്തവരാണെങ്കിൽ മിക്സിഡ് ജാർ എടുത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ഒന്ന് അരിയാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ കഴക്കി എടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഉള്ളിനീര് ഇതുപോലെ ഒരു അരിപ്പ് നമ്മളെടുത്തിട്ട് നമ്മൾ അരിച്ചെടുക്കാം. ഇതാക്കി എടുക്കുമ്പോൾ കുറച്ച് ഉള്ളിനീര് നമ്മൾ കിട്ടും. വെള്ളം യാതൊരു കാരണവശാലും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് പെപ്പറാണ്, കുരുമുളക്. അതും അതിനോടൊപ്പം തന്നെ നമ്മൾ പിന്നെ തേനും കൂടെ ചേർക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെപ്പർ കുറവാക്കിയിട്ട് അതുപോലെ തേന് കുറച്ച് അധികം കൂട്ടി വയ്ക്കണം. അപ്പോൾ നമ്മൾക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു 1/4 സ്പൂൺ പെപ്പർ നമ്മൾ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1 സ്പൂൺ തേനിനും പകരം 1.5 സ്പൂൺ തേനും 1/4 സ്പൂൺ കുറച്ച് അളവ് കുറച്ചാൽ മതി പെപ്പറിൻ്റെ. വളരെ യൂസ്ഫുള്ളായ ഒരു ഹോം റെമഡിയാണിത്. കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് ഒരേപോലെ നമ്മൾക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണ നമ്മൾ കൊടുക്കണം. അങ്ങനെ 3 ദിവസം കൊടുത്താൽ മതി. അതുപോലെ മുതിർന്നവർക്കാണെങ്കിൽ ഒരു ദിവസം 3 തവണ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്ര പഴയ ചുമയാണെങ്കിലും അതുപോലെ തന്നെ കഫ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇളകിപ്പോകാൻ ഇത് ഹെൽപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ലോട്ട് ആൻഡ് ടേക്ക് കെയർ. ബൈ.